തന്തൂർ അടുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗാർലിക് ബട്ടർ നാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം തവയിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ നാൻ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ മെഷറിംഗ് സ്പൂണിലാണെങ്കിൽ ഒരു സ്പൂൺ ഇടണം കേട്ടോ. ഇത് ഞാൻ എൻ്റെ അടുത്ത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ പകുതി ഇട്ടത്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. തൈരും പിന്നെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചിട്ട് 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ തന്നെ പരത്തരുത്, കുറച്ച് സമയമെങ്കിലും വെക്കണം. പിന്നെ വേണ്ടത് ഗാർലിക് നാണാണല്ലോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ള് കഴുകിയിട്ട് അതിനെ ടിഷ്യൂവിൽ ഞാൻ വെച്ചത് കേട്ടോ, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഞാനിപ്പോൾ ഈ ഇത്രയും അളവ് കൊണ്ട് ഞാൻ 4 നാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് 4 ഉരുളകളാക്കി വെക്കാം. പിന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ നാണിൻ്റെ ഒരു ഷേപ്പ് വേറെ ആണല്ലോ, ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെ ആണല്ലോ. ചിലത് ഓവൽ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ പരത്താൻ നോക്കാം. ആദ്യം ഒന്ന് കുറച്ച് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിനത് ബട്ടർ ഉരുക്കിയതാണ് കേട്ടോ. അത് ഇത് പരത്തിയതിൻ്റെ ഒരു സൈഡിൽ മാത്രം തേക്കുക, താഴെ വരക്കും തേച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മടക്കണം, ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മോൾ ഭാഗത്ത് ബട്ടർ തേച്ചെടുക്കുക. മുകളിൽ ഫുള്ളായിട്ട് തേക്കണ്ട, പകുതി ഭാഗം വരെ തേച്ചാൽ മതി. കാരണം ഇത് നമുക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ഇനി താഴ്ന്ന് മേലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ഓവൽ ഷേപ്പിലും ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ആ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും അതേപോലെ എള്ളും ഒക്കെ ഇടാം. കുറേശ്ശെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടെ ഇടണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മാവ് കുറച്ച് വെള്ളം അധികമായി പോയതുകൊണ്ട് നല്ല സ്റ്റിക്കി ആയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം പൊടി ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത്ര അതിൻ്റെ ആവശ്യം വരില്ല. പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഇനി ഇതൊന്നും നമുക്ക് പരത്തിയെടുക്കുക. ആ ഒരു ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ട്രയാങ്കിൾ ഷേപ്പിൽ. ചൂടായ തവയിലിടാം. ചെറിയ തീയിൽ വേണം ഇത് ആക്കിയെടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ തന്തൂരിലൊന്നുമല്ലല്ലോ ചെയ്യണേ, തവയിലല്ലേ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം പതുക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് മറിച്ചിടുക. എന്നിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം വെക്കുക. നമ്മൾ ആ ഗാർലിക്കും മല്ലിയിലേക്കും ഒന്ന് വേവണമല്ലോ അതിൻ്റെ താഴെ. അതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക, ഇടയ്ക്ക് അമർത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം വീണ്ടും അതിൽ കുറച്ച് ബട്ടർ ഇടാം. നല്ല പൊള്ളച്ച് വരും കേട്ടോ, നല്ല സോഫ്റ്റായിട്ടും വരും. നമുക്ക് തന്തൂരി അടുപ്പൊന്നും വേണമെന്നൊന്നുമില്ല, തവയിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതേ സെയിം ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചതിനേക്കാളും നല്ലതായിട്ടാണ് തോന്നിയത് വീട്ടിലുണ്ടാക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത്രയേ ഉള്ളൂ. മുകളിൽ ബട്ടർ തേച്ചെടുക്കുക. പിന്നെ ഒരു കുറച്ച് സമയം കൂടെ വെച്ചാൽ മതിയാവും. അത് പൊള്ളച്ച് വന്നാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. അത്രയും മതി. നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഉരുളകളും നമുക്ക് ഇതേപോലെ തന്നെ പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.